ഒരു അവസരം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കാമെങ്കിൽ ഒത്തിരി വിപത്തുകൾ കഴിഞ്ഞു പോയ ഒരു മാസമായിരുന്നു ആമേൻ ഈ 8-ാമത്തെ മാസം. ഒത്തിരി വിപത്തുകൾ, ഒത്തിരി ആമേൻ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഒത്തിരി ആക്സിഡൻറ്റുകൾ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോയ ഒരു മാസമായിരുന്നു. ഈ 31 ദിവസം നമ്മെ സൂക്ഷിച്ച ദൈവം ഈ 31-ാമത്തെ പ്രഭാതം കൂടെ കാണാൻ വലിയവനായ ദൈവം ഒരു അവസരം കൂടെ ഒരുക്കിയല്ലോ. ആമേൻ. നമ്മോട് പറ്റി നിന്നവരെല്ലാം വിട്ടുപോയി, നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞവരെല്ലാം മാറിപ്പോയി, നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരെല്ലാം നമ്മെ തകർത്ത് കളയാനുള്ള വഴികൾ ഒരുക്കി വെച്ചിട്ട് അവരെല്ലാവരും മാറിപ്പോകുമ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മെ പരിപാലിച്ച, ഈ മാസത്തിൻ്റെ പ്രാരംഭം മുതൽ ഇതുവരെ പരിപാലിച്ച ദൈവം നമ്മുടെ നടുവിലുണ്ടല്ലോ. അത് ഓർത്ത് കർത്താവിനെ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഈ 8-ാമത്തെ മാസത്തിൻ്റെ 1-ാമത്തെ ദിവസം മുതൽ ഈ 31-ാമത്തെ ദിവസം വരെ കർത്താവിനെ മുഖത്തോട് നോക്കി സംസാരിപ്പാൻ കർത്താവ് ഒരു അവസരം കൂടെ ഒരുക്കിയല്ലോ. ഇന്നത്തേക്കുള്ള ദൂത് കിടക്കുന്നത് സങ്കീർത്തനങ്ങൾ 16 അതിൻ്റെ 8-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 16 അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആമേൻ തിരുവചനമാണ് ഇന്ന് പകൽക്കാലം ധ്യാനിപ്പാൻ കർത്താവ് തന്നിരിക്കുന്നത്. ഈ ദൂത് പ്രസ്താവിക്കുമ്പോൾ തന്നെ ആമേൻ ഈ മാസത്തിൻ്റെ പ്രാരംഭം മുതൽ നമ്മെ നടത്തിയ, നമ്മെ നയിച്ച ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ഇത്രയേ ഉള്ളൂ ദാവീദ് പറയുന്നത്. ആമേൻ. ഞാൻ യഹോവയെ, സ്തോത്രം, വേറെ ആരുമല്ല, ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ദൈവകുഞ്ഞെ, നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ മുൻപിൽ നിർത്തിയിട്ടുണ്ടോ? സ്തോത്രം. നിങ്ങൾ ദൈവത്തെ നിങ്ങൾ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? നിങ്ങളുടെ ആവശ്യങ്ങളുടെ മുൻപിൽ കർത്താവിനെ നിർത്തിയിട്ടുണ്ടോ? ആമേൻ, ആമേൻ. ഈ ഒരു മാസം നമ്മൾ നോക്കാമെങ്കിൽ ദൈവം നമ്മെ അത്ഭുതകരമായി സൂക്ഷിച്ചില്ലേ? ചിലപ്പോഴൊക്കെ വന്ന ഞെരുക്കങ്ങൾ, ആമേൻ, വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാതെ വന്ന പ്രതിസന്ധികൾ, പ്രൈസ് ദി ലോർഡ്, ആരോടും പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിൽ കൂടെ ഒക്കെ നമ്മെ കടത്തിവിട്ടില്ലേ? അവിടെ എല്ലാം നമ്മെ നയിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞെ, ഇവിടെ ദാവീദ് പറയുന്നു, എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. കാരണം ദാവീദിനറിയാം, എന്നെ ഞാനാക്കിയ ഒരു ദൈവം എനിക്കുണ്ട്. സ്തോത്രം. പലപ്പോഴും ആമേൻ, ദൈവം നമ്മെ ഉയർത്തി ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ ചിലപ്പോഴൊക്കെ ദൈവത്തെ മറന്നു പോകാറുണ്ട്. വന്ന വഴികളൊന്നും ഓർക്കാതെ, മുൻപത്തെ കാര്യങ്ങളൊന്നും ഓർക്കാതെ പോകുന്ന ആമേൻ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. ആമേൻ. ദാവീദ് പറഞ്ഞ അങ്ങനെയല്ല, ഞാൻ കർത്താവിനെ, സ്തോത്രം, ആമേൻ, എപ്പോഴും, ഒരു പ്രാവശ്യമല്ല കേട്ടോ, രാവിലത്തേക്ക് മാത്രമല്ല, ഉച്ചയ്ക്ക് മാത്രമല്ല, ആമേൻ, വൈകിട്ട് മാത്രമല്ല. സ്തോത്രം. അതെന്താ അങ്ങനെ പറയുന്നത്? രാവിലെ വല്ലതും കഴിക്കുന്ന സമയത്ത് മാത്രം സ്തോത്രം പറയും, ഉച്ചയ്ക്ക് അതേപോലെ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് മാത്രം പറഞ്ഞാൽ പറഞ്ഞു, രാത്രി അതുപോലെ തിന്നുന്ന സമയത്ത് മാത്രം പറഞ്ഞാൽ പറഞ്ഞു. അത് അങ്ങനെയല്ല. ഇവിടെ ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും എപ്പോഴും, പ്രൈസ് ദി ലോർഡ്, ഏത് സമയത്ത് ദൈവം ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ദാവീദ് പറയുക. സ്തോത്രം. ആമേൻ. നോക്കിക്കേ, അടുത്തത് അപ്പോസ്തല പ്രവൃത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 25ഉം 26ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ, ആമേൻ, കണ്ടിരിക്കുന്നു. സ്തോത്രം. അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാൽ ഞാങ്ങിപ്പോകുകയില്ല. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച്, എൻ്റെ നാവ് ആനന്ദിച്ച്, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ,
വിശുദ്ധന്മാരുടെ പ്രത്യാശ എന്ന് പറയുന്നത് ചെറുതല്ല. ഈ മാസത്തിൻ്റെ പ്രാരംഭം മുതൽ ഈ 31 ദിവസം വരെ നമ്മെ സൂക്ഷിച്ച ദൈവത്തിന് ഒരു നന്ദി കൊടുക്കാൻ പറ്റുമോ? ആമേൻ. എത്ര അധ്യായം നിങ്ങൾ വായിച്ചു? ഈ 31 ദിവസം നിങ്ങൾ എത്ര അധ്യായം വായിച്ചു? എത്ര ദിവസം നിങ്ങൾ ഉപവസിച്ചു? ആമേൻ. എത്ര പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ വച്ചു? ആമേൻ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു ട്രാക്റ്റെങ്കിലും കൊടുത്തോ? ഒരാളിനോട് സുവിശേഷമെങ്കിലും പറഞ്ഞോ? സ്തോത്രം. ഒരാളിനെ രക്ഷിക്കപ്പെടുത്തിയോ? ആമേൻ. എത്രയോ ആയിരങ്ങൾ ഈ ഭൂമിയിൽ തീർന്നുകൊണ്ടിരിക്കുന്നു. ഒരാളിനോട് പോലും നിങ്ങൾ നിങ്ങളുടെ അനുഭവ സാക്ഷ്യം പങ്കുവച്ചിട്ടുണ്ടോ? അങ്ങനെ ഉള്ളവരോടാ ദൈവം എന്ന് വാക്കാലം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ചു. നിങ്ങൾ എന്തിലാണ് ആനന്ദിച്ചത്? സ്തോത്രം. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ആനന്ദിച്ചത്? നിങ്ങൾ ഏത് സ്ഥലത്തിൽ കൂടെയാണ് നിങ്ങൾ ആനന്ദം കണ്ടെത്തിയത്? ഇവിടെ ആമേൻ പൗലോസ് പറയുന്നു, ആനന്ദിച്ചു. എൻ്റെ ജഡവും കണ്ടോ, എൻ്റെ ശരീരവും പ്രത്യാശയോടെ വസിക്കും. കണ്ടോ, അപ്പോൾ അവൻ മാത്രമല്ല, അവൻ്റെ ശരീരം, അവൻ്റെ അവയവങ്ങൾ സകലതും ദൈവത്തിൽ ആനന്ദിച്ചു. കാരണം ദൈവത്തിൽ ആനന്ദിക്കണമെങ്കിൽ ദൈവത്തെ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കയറി ഓടുന്നവരായിട്ടല്ല വരേണ്ടത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മ ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയെ നമ്മെ ഓർത്തവനെ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ താഴ്ചയെ നമ്മെ ഓർത്തവനാണ്. ഹല്ലേലൂയ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പകലിൽ ഇവിടെ നമ്മൾ വായിച്ച വേദാംശത്തിലേക്ക് തിരിക്കുമ്പോൾ ആമേൻ, ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ആമേൻ. സങ്കീർത്തനങ്ങൾ 119 30 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം 109 31 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം 110 5 ആമേൻ 121 5 നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങൾ 106 ആമേൻ സ്തോത്രം 15 നമ്മൾ വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 15 സങ്കീർത്തനം അതിൻ്റെ 5 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ സങ്കീർത്തനം 10:6 നമ്മൾ വായിക്കുമ്പോൾ, ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ ദൈവത്തിൽ നിന്നോട് സംസാരിപ്പാനുണ്ട്. ഇവിടെ എല്ലാം ഈ പദങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്, ഞാൻ ദൈവത്തെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. സ്തോത്രം. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പകലിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. വചനത്തിന് മുമ്പിലായിരിക്കുന്ന എല്ലാ ജനത്തെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം ഈ 31 ദിവസവും ഞങ്ങളെ പരിപാലിച്ചു. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലവും ഞങ്ങൾ പ്രാപിക്കണം നന്മകൾ പ്രാപിച്ചെടുപ്പാൻ സഹായിക്കണം. അത്ഭുതം ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.